إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന അത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പന. അതുപോലെ തന്നെ അള്ളാഹു നമ്മെ വിലക്കിയിരിക്കുന്ന ഏറ്റവും കഠിനമായ വിലക്ക് അത് ശിർക്കിനെ തൊട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴികെ മറ്റൊരാൾക്കും ആരാധനയുടെ യാതൊരു ഇനവും നൽകരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും വലിയ വാജിബും ഏറ്റവും വലിയ ഹറാമും, ഈ രണ്ട് കാര്യത്തിന്റെ കൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടത്തായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അമലുണ്ട്. പല ആളുകളും പലപ്പോഴും അശ്രദ്ധയിലാകുന്ന ഒരു ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് നിങ്ങളോട് കൽപ്പിക്കുകയും അതോടൊപ്പം മാതാപിതാക്കളോട് നിങ്ങൾ നന്മ വർദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവന്റെ കൂടെ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മ വർദ്ധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തുകൊണ്ടാണ് അള്ളാഹു മാതാപിതാക്കളെ അള്ളാഹുവിന്റെ കൂടെ എടുത്തു പറഞ്ഞത്? ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാം, നമ്മെ പടച്ചതും സൃഷ്ടിച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ ഈ ഭൂമിയിലേക്ക് വരാനുള്ള സബബായി തീർന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ എടുത്തു പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാറുകളോട് നൽകുന്ന ഉപദേശം ഇതാ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. തന്റെ മാതാവ്, തന്റെ ഉമ്മ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിക്കൊണ്ടാണ് ഓരോരോ കുട്ടിയെയും തന്റെ ഗർഭപാത്രത്തിൽ ചുമന്നത്. അതുകൊണ്ട് തന്നെ വഫിസാലുഹു ഫി ആമൈൻ, കേവലം ഗർഭപാത്രത്തിൽ ചുമക്കുക മാത്രമല്ല, അതിനുശേഷം 2 വർഷത്തോളം മാതാവ് തന്റെ കുട്ടിക്ക് മുലയൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് ശുക്റുള്ളവരാവുക, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. വലിവാലിദൈക്, മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്റുള്ളവരാവുക. വഇലയ്യൽ മസീർ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ മടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്കാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളോട് നന്മ വർദ്ധിക്കുക എന്നുള്ളത്, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. അത് അമ്പിയാക്കളുടെ സ്വഭാവമാണ്. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വബർറൻ ബിവാലിദൈഹി വലം യജ്അൽനി ജബ്ബാറൻ അസിയ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവരായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വബർറൻ ബിവാലിദതി. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, എന്റെ മാതാവിനോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ് ഞാൻ. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ നാം ചിന്തിക്കുക, നമ്മുടെ മാതാവിനോട്, നമ്മുടെ പിതാവിനോട്, ഉമ്മയോട്, ഉപ്പയോട് ഏത് രൂപത്തിലാണ് നാം പെരുമാറാറുള്ളത്? അവർക്ക് നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം എന്താണ്? ഇമാം ബുഖാരി, മുസ്ലിമും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ഫീ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്തിന് നിർവഹിക്കലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുമ്മ ഐ,
അതിനുശേഷം ഏത് അമലാണ് പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യലാണ്. സുമ്മ സഅൽ, വീണ്ടും ഇബ്നു മസ്ഊദ് ചോദിച്ചു, അതിനുശേഷം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ്. സഹോദര, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദിനേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനം നൽകിയ ഇബാദത്താണ് നിന്റെ ഉമ്മയോട്, നിന്റെ ഉപ്പയോട് ഏറ്റവും നല്ല രീതിയിൽ നീ വർത്തിക്കുക എന്നുള്ളത്. അവരോടുള്ള നിന്റെ സംസാരം, അവരോടുള്ള നിന്റെ പെരുമാറ്റം, നിനക്കൊരാവശ്യം വന്നാൽ അവരോട് നീ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ഒരു ഭാഗമായി നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവത്തിൽ ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിന് അനുമതി നൽകണം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. അതിന് എനിക്ക് അനുമതി നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ആ സഹാബിയോട് തിരിച്ച് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്, ആ മാതാപിതാക്കളിലാണ് നീ ജിഹാദ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. മഹാനായ മുആവിയ അസ്സുലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ താങ്കളോട് ഒരു വിഷയത്തിൽ നസീഹത്ത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് നസീഹത്ത്? സഹാബികൾ എല്ലാവരും ജിഹാദിന് പോകുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ശരീരവും സമ്പാദ്യവും ചെലവഴിക്കാൻ വേണ്ടി പോകുന്നു. എനിക്കിതാ ജിഹാദിന് പോകാൻ താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, ഹല്ലക മിൻ മുആവിയ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ സഹാബി പറഞ്ഞു, നഅം ഇൻദി ഉമ്മി, എന്റെ ഉമ്മ എന്റെ അരികിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, ഉമ്മയെ നീ മുറുകെ പിടിക്കുക, ഉമ്മയെ അനുസരിക്കുക, എന്നാൽ ആ ഉമ്മയുടെ കാൽപാദത്തിന്റെ കീഴിലാണ് സ്വർഗം എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ത്വയ്ലസ ഇബ്നു മയ്യാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഒരിക്കൽ എന്നോട് ചോദിച്ചു, തഫ്റഖുൻ നാറ വതുഹിബ്ബു അൻ തദ്ഖുലൽ ജന്ന, നിനക്ക് നരകം ഭയമാണോ? സ്വർഗത്തിൽ പ്രവേശിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ, അതാണ് എന്റെ ആഗ്രഹം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ഇൻദി ഉമ്മി, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നു. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ അലൻത ലഹൽ കലാം വഅത്അംതഹ അത്'ആം ലതദ്ഖുലന്നൽ ജന്നത മജ്തനബ്തൽ കബായിർ, നീ നിന്റെ മാതാവിന്റെ ഭക്ഷണം നൽകിയെങ്കിൽ, അവരോട് ഏറ്റവും മയമുള്ള രൂപത്തിൽ നീ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ, വൻ പാപങ്ങൾ ഒഴിവാക്കാനും നീ തയ്യാറാണ് എങ്കിൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ത്വയ്ലസ് ഇബ്നു മയ്യാസ് റഹിമഹുള്ളയോട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താണ്? നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താണ്? നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരോട് നാം സംസാരിക്കുമ്പോൾ, അവരോട് ഓരോരോ കാര്യങ്ങൾ നാം അവതരിപ്പിക്കുമ്പോൾ എത്ര മയത്തിലാണ് നാം കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്? ഇബ്നു ഉമർ പറയുന്നു, ലൗ അലൻത ലഹൽ കലാം, അവരോട് സംസാരിക്കുമ്പോൾ നീ മയം കാണിക്കുക. സഹോദര, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സമാധാനമാണ്, അവരുടെ കൂടെയുള്ള ജീവിതം. നാം ചിരിക്കാൻ വേണ്ടി കരയുന്നവരാണ് അവർ. നാം വീട് വിട്ടിറങ്ങിയാൽ അവരുടെ മനസ്സിൽ ഭയമാണ്, പേടിയാണ്. നാം വിശക്കാതിരിക്കാൻ അവർ വിശപ്പ് സഹിച്ചു. അവരുടെ മനസ്സിൽ എപ്പോഴുമുള്ള ചിന്ത, എന്റെ മകന്റെ അവസ്ഥ എന്താണ്, എന്റെ മകളുടെ അവസ്ഥ എന്താണ്. പക്ഷേ നാം നേരെ തിരിച്ച് ഈ മാതാപിതാക്കൾക്ക് നൽകാറുള്ളത് എന്താ? നമ്മുടെ മാതാപിതാക്കൾക്ക് തിരിച്ച് നാം എന്താണ് നൽകാറുള്ളത്? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയോട് മൂസയെ കടലിൽ ഒഴുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. കടലിൽ ഒഴുക്കി. അല്ലാഹു പറയുന്നു, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, കടലിൽ ഒഴുക്കിയെങ്കിലും ആ ഉമ്മയുടെ മനസ്സിൽ നിറയെ ആദിയായിരുന്നു, പേടിയായിരുന്നു, എന്റെ മകൻ എന്ത് സംഭവിക്കും. കടലിൽ ഒഴുക്കാനുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഞാനിതാ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് കടലിൽ ഒഴുക്കുന്നു, എന്നാൽ എന്റെ മകന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഉമ്മയുടെ മനസ്സിൽ പേടിയാണ്. ഇതാണ് ഓരോ ഉമ്മമാരുടെയും അവസ്ഥ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ട വിവരം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ വന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ അരികിൽ വന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമുള്ള വേദനയാണ്. അദ്ദേഹം ക്ഷമിച്ചു,
അദ്ദേഹത്തിന്റെ വേദനകൾ മനസ്സിൽ അദ്ദേഹം ഒതുക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിന്റെ മകനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് മാതാപിതാക്കൾ. ഒരു തരത്തിലും അവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, അവരെന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ വാപ്പ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, അവരെത്ര തന്നെ മോശപ്പെട്ട സ്വഭാവമാണെങ്കിലും അവരെ വേദനിപ്പിക്കാൻ ഒരു അനുവാദം ദീൻ നമുക്ക് നൽകുന്നില്ല. മഹാനായ ഹിഷാം ഇബ്നു ഹസ്സാൻ റഹിമഹുല്ലാഹ് തബഉ താബിഈൻ, അദ്ദേഹം ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ രാത്രിയിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ മസ്ജിദിലേക്ക് പോകാറുണ്ട്. ഖുർആൻ പഠിക്കാൻ മസ്ജിദിലേക്ക് പോകും. എന്നാൽ എന്റെ പഠന സമയത്താണ് എന്റെ ഉമ്മ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ എന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കണോ, അതല്ല ഞാൻ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, നിന്റെ ഉമ്മയുടെ കൂടെ നീ ഭക്ഷണം കഴിക്കുന്നതാണ് നീ മക്കയിൽ പോയിക്കൊണ്ട് ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്ന പദവി. എന്ന് നാം ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ നാം എത്രത്തോളം അവർക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. അവർ നമ്മോട് ഏതൊക്കെ ക്രൂരത കാട്ടിയാലും, നമ്മുടെ ഭാഷയിൽ അവർ നമ്മോട് എന്തെങ്കിലും മോശമായി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അവരോട് ഒരു കാരണവശാലും അവരോട് ധിക്കാരം പ്രവർത്തിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അല്ലാഹു പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ. നിന്റെ മാതാവ് അല്ലെങ്കിൽ നിന്റെ പിതാവ് നിന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ നൽകണമെന്ന് പറഞ്ഞാൽ, ഏറ്റവും കഠിനമായ പാപം ചെയ്യാൻ നിന്നോട് പറഞ്ഞാൽ ഫലാ തുതിഉഹുമാ, അതിൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല എന്ന് വെച്ച് നിനക്ക് അവരോട് ധിക്കാരം പ്രവർത്തിക്കാമോ? മറ്റുള്ള വിഷയങ്ങളിൽ അവരെ നീ വകവെക്കാതിരിക്കാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ദുനിയാവിൽ മറ്റു വിഷയങ്ങളിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ നീ വർത്തിക്കണം. അവരോട് ഏറ്റവും നല്ല രീതിയിൽ നീ വർത്തിക്കണം. നിന്നോട് മോശമായ ഒരു കാര്യം പറഞ്ഞാൽ അത് നീ കേൾക്കേണ്ടതില്ല. അതല്ലാതെ അവർ നിന്നോട് എന്തെങ്കിലും മോശമായ കാര്യം പറഞ്ഞു, അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യാൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ അവരുമായി ബന്ധവിച്ഛേദനം നിനക്ക് പാടില്ല. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഉമ്മ മുശ്രിക്കാണ്, എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അവർ എന്റെ അരികിലേക്ക് വരാറുണ്ട്, അവർ എനിക്ക് എന്തെങ്കിലും ഹദിയൊക്കെ കൊണ്ടുതരും, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയുമായി കുടുംബബന്ധം നീ പുലർത്തുക. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര തന്നെയാണെങ്കിലും, മാതാപിതാക്കൾ എത്ര തന്നെ നമ്മോട് ദുൽമ ചെയ്താലും, അവർ എത്ര തന്നെ നമ്മളെ വേദനിപ്പിച്ചാലും, ഒരു കാരണവശാലും അവരെ തിരിച്ചു വേദനിപ്പിക്കാൻ ശർഅ് നമുക്ക് അനുവാദം നൽകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ, അവർ നമ്മോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോലും അവരെ ധിക്കരിക്കുക ആ വിഷയത്തിൽ എന്നല്ലാതെ മറ്റുള്ള കാര്യത്തിൽ അവരോട് ധിക്കാരം പ്രവർത്തിക്കാൻ, അവരെന്നോട് ശിർക്ക് പ്രവർത്തിച്ചവരാണ്, അതുകൊണ്ട് ഞാൻ അവരുമായി ഇതാ ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പറയാൻ ഒരു മുസ്ലിമിന് അവന്റെ ദീൻ അനുവാദം നൽകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആരാധനകൾ നൽകുക, അല്ലാഹുവിന് മാത്രം ആരാധനകൾ നൽകുക, നിന്റെ മാതാപിതാക്കളോട് നീ നന്മ പ്രവർത്തിക്കുക. ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നു, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഛേ എന്നൊരു വാക്ക് നീ പറഞ്ഞു പോകരുത്. ഛേ എന്നൊരു വാക്ക്. നാം എന്തൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് പറയാറുണ്ട്? നാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ഉമ്മയോട് പറഞ്ഞ് നമ്മുടെ ഉമ്മ അത് യോജിക്കുന്നില്ല എങ്കിൽ എന്താണ് നമ്മൾ ഉമ്മയോട് തിരിച്ചു പറയാറുള്ളത്? നമ്മുടെ ഉപ്പയോട് എങ്ങനെയാണ് നാം തിരിച്ച് സഹവസിക്കാറുള്ളത്? അല്ലാഹു പറയുന്നു, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഛേ എന്നൊരു വാക്ക് പോലും നീ പറയാൻ പാടില്ല. അവരെ ധിക്കരിക്കുക എന്നുള്ളത് വൻ പാപമാണ്. മാതാപിതാക്കളെ ധിക്കരിക്കൽ വൻ പാപമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റഗിമ അൻഫു റജുൽ, ഒരു വ്യക്തി നശിച്ചു പോകട്ടെ. സഹാബികൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരെ കുറിച്ചാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? ആരെ കുറിച്ചാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി അഹദഹുമാ ഔ കിലൈഹിമാ ഫലം യദ്ഖുലിൽ ജന്നഹ്. തന്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരിൽ ഒരാളെ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ തനിക്ക് ലഭിച്ചിട്ടും അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു.
അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മഹാനായ ഇയാസ് ഇബ്നു മുആവിയത്ത് അൽ-മുസനി, ബസറയിലെ ഖാദിയായ താബിഈ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊരു കവാടമാണ് ഇവിടെ കുട്ടി അടക്കപ്പെട്ടത്. എൻ്റെ ഉമ്മ മരണപ്പെട്ടു. എനിക്ക് ഇനി നന്മകൾ ചെയ്യാൻ എൻ്റെ ഉമ്മ ബാക്കിയില്ല, എൻ്റെ ഉപ്പ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഇയാസ് ഇബ്നു മുആവിയത്ത് അൽ-മുസനി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബൂബക്കർ നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ദുനൂബിൻ യുഅഖിറുല്ലാഹു മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും അതിന്റെ ശിക്ഷ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നതാണ്, മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നല്ലാഹ യുഅജ്ജിലു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. അത്തരക്കാർക്ക്, മാതാപിതാക്കളോട് മോശമായ പ്രവർത്തനം ചെയ്യുന്നവർക്ക് അതിന്റെ ശിക്ഷ ഇഹലോകത്ത് വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ചില ആളുകളൊക്കെ അവരുടെ മാതാപിതാക്കളെ ധിക്കരിച്ചാൽ എന്ത് സംഭവിക്കും? ഈ വ്യക്തിയുടെ കുട്ടികൾ അദ്ദേഹത്തെ ധിക്കരിക്കും. അത് ദുനിയാവിൽ ഒരു കടം പോലെ ബാക്കി നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ഏറ്റവും നല്ല രൂപത്തിൽ സ്വാലിഹീങ്ങളായി വളരാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നാം വർത്തിക്കുക. നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നാം അനുസരിക്കുക. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും, നിങ്ങൾ നന്മ ചെയ്താൽ അതിന്റെ ഫലം നിങ്ങൾക്കാണ്. വൈൻ അസഅതും ഫലഹ, നിങ്ങൾ തിന്മ ചെയ്താൽ അതിന്റെ മോശമായ ഫലവും പേറേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ധിക്കാരം പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവരോട് സഹവസിക്കുക. അവരോടുള്ള സഹവാസം അത് നമുക്ക് നമ്മുടെ ദുആ, അവരോടുള്ള നല്ല സഹവാസം നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണമാണ്. അസീർ ഇബ്നു ജാബിർ റഹിമഹുല്ല പറയുന്നു, അദ്ദേഹം താബിഈയാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറഞ്ഞു തന്നു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യമനിൽ നിന്ന് ഒരു ഗോത്രം വരും. ആ ഗോത്രത്തിൽ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഖബീല, അദ്ദേഹത്തിന്റെ ഗോത്രം മുറാദ് എന്ന് പറയുന്ന ഒരു ഗോത്രമാണ്. മുറാദ് എന്ന പേരുള്ള യമനിലെ ഒരു ഗോത്രം. ആ ഗോത്രത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു വ്യക്തി വരും. ആ വ്യക്തി എങ്ങാനും നിങ്ങൾ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് ദുആ വസിയത്ത് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ അസീർ ബിൻ ജാബിർ പറയാണ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി യമനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ മുസ്ലിം സൈന്യങ്ങളിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി, ആരെയും ലഭിച്ചില്ല. ഒരു വർഷം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ? അങ്ങനെ അദ്ദേഹത്തെ ലഭിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് ഉവൈസ് ബിൻ ആമിർ എന്നാണ്. താങ്കളുടെ ഗോത്രം മുറാദാണ്? അദ്ദേഹത്തിന്റെ ഗോത്രം പറഞ്ഞു. ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ശരീരത്തിൽ പണ്ട് വെള്ളപ്പാടിന്റെ അടയാളം ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ടായിരുന്നു. എന്നിട്ട് ആ അടയാളങ്ങളിൽ നിന്ന് ഒരു ദിർഹമിന്റെ, ഒരു നാണയത്തിന്റെ അളവൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും താങ്കൾക്ക് ശമനം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉവൈസ് പറഞ്ഞു, അതെ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ ചോദിക്കാൻ താങ്കൾ കാരണം? ഉമറിനോട് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, യമനിൽ നിന്ന് ഉവൈസ് എന്ന പേരുള്ള ഒരു വ്യക്തി വരും. അദ്ദേഹത്തിന് ഈ പറയപ്പെട്ട അടയാളങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ശരീരത്തിൽ വെള്ളപ്പാണ്ടിന്റെ അടയാളങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അദ്ദേഹത്തിന് ഒരു ഉമ്മ ജീവിച്ചിരിക്കുന്നു. ആ ഉമ്മയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ് ഉവൈസ് ബിൻ ആമിർ. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. എന്താണ് ഉവൈസ് ബിൻ ആമിർ അൽ ഖർനി റഹിമഹുല്ലയുടെ മഹത്വം? അദ്ദേഹത്തിന്റെ ഉമ്മയോട് അദ്ദേഹം നന്മ ചെയ്യാറുണ്ടായിരുന്നു. ഏറ്റവും നല്ല രൂപത്തിൽ ഉമ്മയോട് വർത്തിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഖലീഫത്തുർ റാഷിദ്. അദ്ദേഹമാണ് ഉവൈസിനോട് പറയുന്നത്, എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. എന്തുകൊണ്ടും ഉവൈസിനേക്കാളും അല്ലാഹുവിന്റെ അരികിൽ ശ്രേഷ്ഠൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. എന്നിട്ടും അദ്ദേഹം ദുആ ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള കാരണം ഉവൈസ് ബിൻ ആമിർ അൽ ഖർനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മയോട് അത്രയും നല്ല രൂപത്തിൽ സഹവസിക്കുന്നവരായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തു, താങ്കൾ ഉവൈസിനെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം. കാരണം അത്തരക്കാരുടെ ദുആ സ്വീകരിക്കപ്പെടും. ഇവിടെ സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും അവർക്ക് എത്രത്തോളം ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരോടുള്ള സംസാരത്തിൽ, അവരോടുള്ള പെരുമാറ്റത്തിൽ, നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരോട് കൂടിയാലോചിക്കാറുണ്ടോ? അവരുടെ വാക്കിന് നാം വില നൽകാറുണ്ടോ? ഉമ്മ നമ്മോടൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം എത്രത്തോളം നാം ജീവിതത്തിൽ കേൾക്കാറുണ്ട്? ഉമ്മയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് പല ആളുകൾക്കും ഉമ്മയുടെ വില മനസ്സിലാവുക. ജീവിതത്തിൽ ഉമ്മയുണ്ടാകുമ്പോൾ ഉമ്മ പറയുന്ന വാക്കുകൾക്ക് ഒരു പക്ഷെ നമുക്ക് വേണ്ടതുപോലെ വില കാണാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ആ ഉമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് താങ്ങും തണലുമായി എന്തെങ്കിലും ഒരു വിഷയം പറയാൻ വേണ്ടി ചെല്ലാൻ ഉമ്മയില്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊക്കെ ആ വിഷമം ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയത സുലമിയോട് പറഞ്ഞതുപോലെ ഇൽസംഹ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹ, ഉമ്മയെ നീ മുറുകെ പിടിക്കുക, ആ ഉമ്മയുടെ കാൽപാദത്തിന് താഴെയാണ് സ്വർഗം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 7 ആകാശത്തിന്റെ മുകളിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് സഹോദര, നിനക്ക് സ്വർഗം വേണമെങ്കിൽ നിന്റെ ഉമ്മയെ ചേർത്ത് പിടിക്കുക, നിന്റെ പിതാവിനെ ചേർത്ത് പിടിക്കുക. അവർ മുശ്രിക്കീകളാണെങ്കിൽ പോലും അവരോടുള്ള നന്മ നിലക്കുന്നില്ല, അവരോട് നീ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ ഒരിക്കൽ കഅബ തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം തന്റെ ഉമ്മയെ തന്റെ ചുമലിൽ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നു. തവാഫിന്റെ പ്രയാസം നിങ്ങൾക്കറിയാം. ഇത്രയും പ്രയാസമേറിയ വേളയിൽ തവാഫും സഅയും തന്റെ ഉമ്മയെ തന്റെ ചുമലിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന മഹാനായ ആ വ്യക്തി യമനിൽ നിന്ന് ഉമ്മയെ ചുമന്നുകൊണ്ട് വന്നതാണ്. ഇബ്നു ഉമറിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് വാഹനം പോലെയാണ് ഞാൻ സഞ്ചരിച്ചത്. എന്റെ ഉമ്മ എന്നെ ചുമന്ന 9 മാസത്തേക്കാൾ എന്റെ ഉമ്മയെ ഞാൻ ചുമന്നു. അതുറാനി യബ്നു ഉമർ ജാസൈതുഹ, എന്റെ ഉമ്മയോടുള്ള ബാധ്യത നിറവേറ്റിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇബ്നു ഉമർ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ചിരിക്കുന്ന വേദനയുടെ ഒരു അംശത്തിന് പോലും ഇത് പകരമാവുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ എത്ര തന്നെ ചെയ്താലും, എത്ര തന്നെ സമ്പാദ്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്താലും നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രസവിച്ച ആ ഒരു പ്രയാസത്തിന്റെ ഒരു അംശം പോലും ആകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ എന്റെ ഉമ്മാക്ക് നന്മ ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പല ആളുകളും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജിഹാദിന് വേണ്ടി വരുമ്പോൾ, പല ആളുകളും എനിക്ക് ഹിജറ ചെയ്യണമെന്ന ആഗ്രഹവുമായി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാറുണ്ട്, നിന്റെ ഉമ്മ നിനക്ക് അനുമതി നൽകിയിട്ടുണ്ടോ? ഒരിക്കൽ ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഹിജറ ചെയ്യാൻ താല്പര്യമുണ്ട്. ഹിജറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്ന ഒരു ഇബാദത്താണ് ഹിജറ. ആ വ്യക്തി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, എനിക്ക് ഹിജറ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഉമ്മ നിന്റെ ഉപ്പ അതിന് നിനക്ക് അനുമതി നൽകിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും കരയുകയാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും സമ്മതം നൽകിയിട്ടല്ല ഞാൻ വന്നത്, അവർ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജിഅ ഇലൈഹിമാ ഫഅദ്ഹിഖ്ഹുമാ കമാ അബ്കൈതഹുമാ, നീ നിന്റെ മാതാപിതാക്കളെ കരയിച്ചതുപോലെ നീ തിരികെ അവരുടെ അരികിൽ ചെന്ന് അവരെ നീ ചിരിപ്പിക്കുക, അതിലാണ് നിന്റെ വിജയമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ മുലഖിൻ ആ ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് കാര്യത്തിനാണെങ്കിലും മാതാപിതാക്കൾക്ക് നാം വില നൽകുക, അവരുടെ അഭിപ്രായങ്ങൾ നാം ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്കൊരു പക്ഷേ തോന്നും, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് കഴിവുണ്ട്, നമുക്ക് തന്നെ ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷേ ഒരു ദിവസം അഭിപ്രായങ്ങൾ ചോദിക്കണമെന്ന് കരുതി മാതാവിലേക്ക് മടങ്ങുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ ഒരാളില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതിന്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവുക. ഇമാം ബുന്ദാർ റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസുകളുടെ ഇമാമാണ് ഇമാം ബുന്ദാർ. അദ്ദേഹം പറയാണ്, ഞാൻ ദീന് പഠിക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചു, എനിക്ക് പോകാൻ അനുമതി നൽകണം. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, നീ പോകരുത്, എൻ്റെ അരികിൽ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ഖിദ്മത്ത് ചെയ്യുക. അദ്ദേഹം പറയുകയാണ്, ഫബൂരിക ലീ ഫീ, എൻ്റെ ഉമ്മയുടെ നസീഹത്ത് ഞാൻ കേട്ടു, ഇൽമിന് വേണ്ടിയുള്ള യാത്ര ഞാൻ ഒഴിവാക്കി, എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പഠിച്ചു, അത് കാരണത്താൽ എനിക്ക് ഇൽമിൽ ബറക്കത്ത് നൽകപ്പെട്ടു എന്ന് ബുന്ദാർ റഹിമഹുല്ലാഹ് പറയുന്നതായി അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഇമാം ദഹബി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ദുആഇന്റെ ബറക്കത്ത് കാരണം
ബസറക്കാരുടെ ഹദീസ് ഉദ്ധരിച്ചതിൽ ബുന്ദാർ പോലെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. അത്രയും അധികം ഹദീസുകൾ ഉദ്ധരിക്കാൻ ബുന്ദാറിന് സാധിച്ചു. ഇമാം ഇബ്നു അസാകിർ റഹിമഹുല്ലാ അദ്ദേഹം അസ്ബഹാനിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഉമ്മയോട് അനുമതി ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, നീ പോകരുത് എന്ന് പറഞ്ഞു. ഉമ്മയുടെ നസീഹത്ത് അദ്ദേഹം അനുസരിക്കുകയും യാത്ര ഒഴിവാക്കുകയും ചെയ്ത കാരണത്താൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ബറക്കത്ത് നൽകിയതായി അദ്ദേഹം തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വന്നു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വലിയ പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ധാരാളം പാപങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള മാർഗം എന്താണ്? നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടാകും, ഞാൻ തെറ്റുകൾ ചെയ്തു, ഹറാമുകൾ ചെയ്തു, മ്യൂസിക്കുകൾ കേൾക്കുന്നു, പല പല ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ തെറ്റുകൾ എങ്ങനെയാണ് കഴുകിക്കളയുക? അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് ചോദിച്ചു ഒരു സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല പ്രവാചകരെ, എന്റെ ഉമ്മയും ഉപ്പയും മരിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഫലക ഖാല, നിന്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തി പറഞ്ഞു, അതെ, ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബിർറഹ ഇദൻ, എന്നാൽ ഉമ്മയുടെ സഹോദരിയോട് നീ ബന്ധം പുലർത്തിയാൽ നീ പറയുന്ന വലിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി അത് മാറുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വലിയ പാപങ്ങൾ മാറാൻ ഉമ്മയുടെ സഹോദരി ഉപകരിക്കുമെങ്കിൽ, സഹോദര, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, നിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ തൗബയുടെ ബാബ് ഏതാണ്? സ്വർഗത്തിലേക്കുള്ള കവാടം വേറെ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി നിന്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖതുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അല്ലാഹുവിന്റെ അതൃപ്തി നിന്റെ മാതാപിതാക്കളുടെ അതൃപ്തിയിലാണ്. അതാ ഇബ്നു സായിബ് റഹിമഹുല്ലാഹ് പറയുന്നു, ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ആ പെണ്ണിനോട് എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. ആ പെണ്ണ് വിസമ്മതിച്ചു. വേറെ ഒരു വ്യക്തി ആ പെണ്ണിനെ വിവാഹാലോചന നടത്തിയപ്പോൾ ആ പെണ്ണാവട്ടെ സമ്മതിക്കുകയും ചെയ്തു. എനിക്ക് വല്ലാതെ ദേഷ്യം വരികയും ആ പെണ്ണിനെ ഞാൻ കൊന്നുകളയുകയും ചെയ്തു. എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് ചോദിച്ചു, ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, കഴിവിന്റെ പരമാവധി റബ്ബുമായി അടുക്കുക. അദ്ദേഹം പിരിഞ്ഞുപോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് താങ്കൾ ചോദിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് താങ്കൾ ചോദിച്ചത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവുമായി അടുക്കാൻ ഉമ്മാക്ക് നന്മകൾ ചെയ്യുക എന്നതിനേക്കാളും നല്ലൊരു അമൽ എനിക്കറിയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് നന്മകൾ ചെയ്യുക, അവർക്ക് നമുക്ക് സാധിക്കുന്ന അത്രയും നന്മകൾ ചെയ്യുക. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് മുഹമ്മദ് ബിൻ സീരീൻ പറയുന്നതായി കാണാം. മദീനയിൽ ഈന്തപ്പഴക്കൊക്കെ വലിയ വിലയുണ്ടായിരുന്ന സമയം ഈന്തപ്പന മരത്തിന്റെ അകത്തുണ്ടാകുന്ന ഒരു സാധനം, കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു, അതെന്റെ ഉമ്മാക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ മദീനയിൽ വലിയ വില ഈന്തപ്പഴത്തിനുണ്ടാകുന്ന സമയം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഈന്തപ്പന തടികൾ ചിലതൊക്കെ വെട്ടിമാറ്റും. അദ്ദേഹത്തിന്റെ ഈന്തപ്പന തടികൾ അദ്ദേഹം വെട്ടിമാറ്റുമായിരുന്നു. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിക്കും, ഇത്രയും വിലയുള്ള മരമൊക്കെയാണോ താങ്കൾ വെട്ടിമാറ്റുന്നത്? അദ്ദേഹം പറയും, ആ ഈന്തപ്പനക്ക് വിലയുണ്ട് എന്നത് ശരി തന്നെ, പക്ഷേ അതിനകത്തുള്ള ആ ഒരു വസ്തു, ആ കഴിക്കാൻ ഉപയോഗിക്കുന്നത് എന്റെ ഉമ്മാക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ ഉമ്മാക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും അതെനിക്ക് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അത് ഉമ്മാക്ക് നേടിക്കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന്റെ മകാരിമുൽ അഖ്ലാഖിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് സഹോദര, നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ് അവർ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നാം പരിശ്രമിക്കുക. അവർക്ക് കൊടുക്കുന്നതിൽ കണക്ക് വെക്കാതിരിക്കുക. ഞാൻ കഴിഞ്ഞ മാസം അവർക്ക് ഇത്ര കൊടുത്തില്ലേ, എന്തുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ അവർ ഒതുക്കാത്തത് എന്നൊന്നും അവരോട് ചോദിക്കാതിരിക്കുക. നമുക്ക് എന്താണോ സാധിക്കുന്നത്
അത് നാം നൽകുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം, ഫൈനൽ ജന്നത തഹ്ത റിജ്ലൈഹ, നിന്റെ സ്വർഗം നിന്റെ മാതാവിന്റെ കാൽ കീഴിലാണ്. അത് നീ നഷ്ടപ്പെടുത്തിയാൽ ഇയാസ് ഇബ്നു മുആവിയ പറഞ്ഞതുപോലെ നിന്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് നീ അടച്ചു കളയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോട് പറയാറുണ്ട്, ലാ തുസാഹിബ ആഖ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ വർത്തിക്കാത്തവരെ നിങ്ങൾ സഹവസിക്കരുത്, അവരുടെ കൂടെ നിങ്ങൾ കൂടരുത്. കാരണം മാതാപിതാക്കളോട് നന്മ ചെയ്യാത്തവൻ നിന്നോട് ഒരു നന്മയും ചെയ്യുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തിന് കാരണമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുമദ്ദ ലഹു ഫീ ഉംരി വ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി ഫല്യബിർ വാലിദൈ, ആരെങ്കിലും തന്റെ റിസ്ഖിൽ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവന്റെ ആയുസ്സിൽ വർധനവ് ആഗ്രഹിക്കുന്നെങ്കിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റാൻ നാം പരിശ്രമിക്കുക. ഒരു കാരണവശാലും സഹോദരങ്ങളെ, മാതാപിതാക്കളോട് മോശമായൊരു വാക്ക് നമ്മിൽ നിന്ന് വരാൻ പാടില്ല. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഇന്നൊരു പക്ഷേ നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർ നമുക്കുണ്ടാക്കുന്ന തണൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകണമെന്നില്ല. നാളെ നമ്മുടെ ഒരു ആവശ്യാർത്ഥം അവരെ സമീപിക്കാൻ നാം ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരാണ് എങ്കിൽ അപ്പോഴാണ് അവരുടെ വിലയും അവരുടെ വലിപ്പവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് മാതാപിതാക്കളോട് നന്മ ചെയ്യുക, അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അതൊരിക്കലും അവർക്ക് നാം നൽകുന്ന നമ്മുടെ ഔദാര്യമല്ല, അവരുടെ അവകാശം. എത്ര തന്നെ നാം ചെയ്താലും മതിയാകാത്ത അവകാശത്തിന്റെ ഒരു അംശം മാത്രമാണ് നാം ചെയ്യുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, യമനിൽ നിന്ന് മാസങ്ങളോളം തന്റെ ഉമ്മയെ ചുമലിൽ എടുത്തുകൊണ്ട് മക്കയിലേക്ക് വന്ന് അവിടെ അൽ മസ്ജിദുൽ ഹറാമിൽ തവാഫും സഅയും ചെയ്താൽ പോലും നിന്റെ ഉമ്മയോടുള്ള കടമയുടെ ഒരു അംശം പോലും അതാവുകയില്ല എന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد. സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നത് പോലെ തന്നെ ശറഅ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മറ്റൊരു മേഖലയാണ് അവരുടെ മരണത്തിന് ശേഷം അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും മാതാപിതാക്കൾ മരിക്കുന്നതോടുകൂടി അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ നിലച്ചു പോകുന്നില്ല. മാലിക് ഇബ്നു റബീഅത്ത് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി ചെയ്യാൻ ഇനി എന്ത് നന്മയാണ് ബാക്കിയുള്ളത്? ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി നീ ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി നീ ദുആ ചെയ്യുക. കേവലം ഒരു ഹദീസിന്റെ ലഫ്ള് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, എൻ്റെ മാതാവ് മരിച്ചുവെങ്കിൽ ഞാനും ദുആ ചെയ്യാറുണ്ട് എന്ന് ചിന്തിക്കുന്നതിലപ്പുറം നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ദിവസം എത്ര തവണ അവരെ നമ്മൾ ദുആയിൽ ഓർക്കാറുണ്ട്? ആഴ്ചയിൽ ഒരു ദിവസമാണോ? മാസത്തിൽ ഒരു ദിവസമാണോ? നമ്മുടെ ഒരു ദിവസമുള്ള നിർബന്ധമായ ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ സുജൂദുകളിലെങ്കിലും സഹോദരങ്ങളെ അവരെ ഓർക്കാൻ നാം ശ്രമിക്കണം. അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി എന്നുള്ള ദുആ നമ്മുടെ നാവിൽ നിരന്തരമായി ഉണ്ടാവുക. അവരെത്ര തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മോട് മോശമായി വർത്തിച്ചവരാണെങ്കിലും അവർക്ക് വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. രണ്ടാമത്തേത് അൽ ഇസ്തിഗ്ഫാറു ലഹുമ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുക. അല്ലാഹു എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് അവർ ചെയ്തിരിക്കുന്ന പാപങ്ങൾ നീ മായ്ച്ചു കളയണം, അവരുടെ ദറജകൾ സ്വർഗത്തിൽ നീ ഉയർത്തണം, അവർക്ക് ഖബറിൽ എന്തെങ്കിലും ശിക്ഷയുണ്ട് എങ്കിൽ അവരുടെ ഖബറിൽ നിന്ന് നീ ആ ശിക്ഷ അകറ്റി കൊടുക്കണം, അവരുടെ ഖബർ നീ വിശാലമാക്കണം, സ്വർഗത്തിൽ നിന്നുള്ള കവാടങ്ങൾ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണം, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അവർക്ക് നീ ധരിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ അവർക്ക് വേണ്ടി നിരന്തരമായി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുക.
ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ഫാദു അഹദിഹിമ, അവർ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അവരുടെ വസിയത്തുകൾ ഉണ്ടെങ്കിൽ ആ വസിയത്തുകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും നൽകണമെന്നൊരാഗ്രഹം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ വസിയത്ത് നീ മുഖവിലക്കെടുക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇക്റാമു സദീഖിഹിമ, അവരുടെ കൂട്ടുകാരെ നീ ബഹുമാനിക്കുക. അവർക്ക് ജീവിതത്തിൽ അവരോട് കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ ആ കൂട്ടുകാരെ അവരുടെ മരണശേഷം നീ അവരോട് ബന്ധം ചേർക്കുക, അവർക്ക് ഹദിയകൾ നൽകുക, അവരുമായി നല്ല ബന്ധം നൽകുക എന്ന് ബന്ധം പുലർത്തുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര മധ്യേ ഒരു അറാബിയായ, പൊതുവെ നമ്മളൊക്കെ പറയാറുള്ള ഭാഷയിൽ കാട്ടറബിയായ ഒരു വ്യക്തിയെ വഴിയരികിൽ കണ്ടു. അദ്ദേഹത്തെ കണ്ടയുടൻ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും ഇബ്നു ഉമർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഈ അറാബിയായ, ആരും വകവെക്കാതെ പാവപ്പെട്ട ഈ വ്യക്തിയെ പിടിച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. തീർന്നില്ല, ഇബ്നു ഉമർ, സഹാബികളിൽ ആലിമായ ഇബ്നു ഉമർ അദ്ദേഹത്തിന്റെ തലപ്പാവ് എടുത്തുകൊണ്ട് ആ അറാബിയായ വ്യക്തിയുടെ തലയിൽ വെച്ചു കൊടുത്തു. ഇബ്നു ഉമറിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും മറ്റാളുകളും ഒക്കെ പറഞ്ഞു, ഹൗലാഇൽ അറാബ് ഇന്നഹും ലയർദൗന ബിൽ യസീർ, ഈ അറാബികളെ എന്തിനാണ് ഇങ്ങനെ ബഹുമാനിക്കുന്നത്? അവർക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെ അവർക്കത് മതിയാകുമായിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അബാ ഹാദർ റജുൽ കാന വിദ്ദൻ ലി അബി, ഇദ്ദേഹത്തിന്റെ വാപ്പ, ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന്റെ വാപ്പ എന്റെ പിതാവ് ഉമറിന്റെ സുഹൃത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ വ്യക്തിയല്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്ത്, ആ വ്യക്തിയുടെ പിതാവ് ഉമറിന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞു. ശേഷം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അബറൽ ബിർ സിലതൽ മർഇ അഹ്ല വുദ്ദി അബി, ഒരു വ്യക്തി ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയാണ് തന്റെ പിതാവിന്റെ ബന്ധം ചേർക്കുക എന്നുള്ളത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബക്കാർ, അവരുടെ ബന്ധം നാം ചേർത്തുക, അവരുടെ ഏറ്റവും നല്ല രീതിയിൽ നാം വർദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അവരുടെ അരികിലുണ്ടായിരുന്ന ഒരു അടിമയെ മോചിപ്പിച്ചു, അടിമയെ വിട്ടയച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് ഈ വിവരം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ ഈ അടിമയെ നൽകിയത് നിന്റെ ഉമ്മയുടെ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ ആയിരുന്നുവെങ്കിൽ അതാണ് നിനക്ക് കൂടുതൽ പ്രതിഫലം. കാരണം ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധം നിലനിർത്തുക എന്നുള്ളത് തന്നെ ഇബാദത്താണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളിലൂടെ അല്ലാതെ ചേർക്കപ്പെടാത്ത ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ നീ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അവരോടുള്ള നന്മയുടെ ഭാഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, വീണ്ടും ആവർത്തിക്കട്ടെ, മാതാപിതാക്കൾ, അവരുടെ വിഷയത്തിൽ നാം ശ്രദ്ധ ചെലുത്തുക, അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കുക. ഇന്ന് വരെ മാതാപിതാക്കളോട് മോശമായി നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക്, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പൊരുത്തം ചോദിക്കുക. അവരോട് പോയി പൊരുത്തം ചോദിക്കാതെ ഒരു കാര്യം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാതിരിക്കാം. അവരോടുള്ള പൊരുത്തം അത് പ്രധാനപ്പെട്ടതാണ്. സൈനുൽ ആബിദീന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന് ഉമ്മയോട് അദ്ദേഹം വല്ലാതെ നന്മ കാണിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഉമ്മയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാത്തത്? സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മയുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു പക്ഷേ ഒന്നിച്ചൊരു തളികയിൽ നമ്മൾ കഴിക്കുമ്പോൾ എന്റെ ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പിടി ഭക്ഷണമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതെന്റെ ഉമ്മയോടുള്ള അനുസരണക്കേടാകുമോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ അദ്ദേഹത്തോട് പറഞ്ഞു. ഇങ്ങനെയാണ് സലഫുസ് സാലിഹീങ്ങൾ അവരുടെ ഉമ്മയെ സേവിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉമ്മയോട് പറയും, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പറയും, അസ്സലാമു അലൈകി യാ ഉമ്മി എന്ന് ഉമ്മയോട് പറയും. തിരിച്ച് ഉമ്മ വഅലൈകിസ്സലാം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയും. ഈ രൂപത്തിൽ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ സ്നേഹം കാണിച്ച് അവരോട് വിഷയങ്ങളൊക്കെ കൂടിയാലോചിച്ച് നാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവരോട് വിഷയങ്ങൾ നാം ആലോചിക്കുക.
അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുക. ഒരുപക്ഷെ അവർക്ക് അറിയാത്ത വിഷയങ്ങളാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് കൂടി ആലോചിച്ച് ചെയ്യാം. പക്ഷേ അവർക്കറിയില്ല, ഇതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, അവരൊക്കെ പഴയ ആൾക്കാരാണ് എന്നുള്ള ധാരണയിൽ ഒരിക്കലും സഹോദരങ്ങളെ അവരെ കൊണ്ട് നടക്കരുത്. അവരെ ഏറ്റവും നല്ല നിലയിൽ തന്നെ നാം കാണുക, അവരെ ഏറ്റവും നല്ല ബഹുമാനത്തോടു കൂടി തന്നെ അവരോട് നാം വർത്തിക്കുക. അവർക്ക് മോശമായി തോന്നുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ നാം ശ്രമിക്കുക. താബിഈങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഒരിക്കൽ ഉമ്മയോട് മോശമായ ഒരു വാക്ക് പറഞ്ഞുപോയി. ആ വാക്ക് പറഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉമ്മ ഉറങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദിയാണ്, എന്റെ ഉമ്മ ആ ഒരു വാക്ക് കൊണ്ട് വിഷമിച്ചിട്ടുണ്ടാകും എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പിറ്റേന്ന് രാവിലെ വരെ ഉറങ്ങാതെ ഉമ്മയെ കാത്തിരുന്നു. ഉറങ്ങുന്ന ഉമ്മയെ എഴുന്നേൽപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല, മറിച്ച് അദ്ദേഹം ഉറങ്ങാതെ കാത്തിരുന്നു. ഉമ്മ എഴുന്നേറ്റ ഉടൻ ഉമ്മയോട് പറഞ്ഞു, ഞാൻ ആ പറഞ്ഞ വാക്ക് എനിക്ക് താങ്കൾ മാപ്പാക്കി തരണമെന്ന് ഉമ്മയോട് പറഞ്ഞ് ഉമ്മ പൊരുത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചത്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനുള്ള സ്വർഗമാണ്. നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും ഈ ലോകത്തിലെ സ്വർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് കഷ്ടതകൾ സഹിച്ചാലും, ഏത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും, അവരുടെ ഭാഗത്ത് നിന്ന് എത്ര മോശപ്പെട്ട സംസാരങ്ങൾ ഉണ്ടായാലും അവരോട് മോശമായൊരു വാക്ക് നിങ്ങൾ പറയരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക. അവരെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും അതോടുകൂടി സംസാരിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ ഉമ്മ ശിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ആ ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ഉമ്മയോട് എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കുമ്പോൾ റേഡിയോ തുറന്നതുപോലെ ഇങ്ങോട്ട് സംസാരിക്കും. ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം ഒരിക്കലും ഉമ്മയെ ഇകഴ്ത്താൻ വേണ്ടിയല്ല, മറിച്ച് ഉമ്മന്റെ സംസാരം കേൾക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷേ അത്തരത്തിലൊരു വാക്ക് കൊണ്ട് പോലും ഉമ്മയെ നോവിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ വീണ്ടും 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 ആവർത്തിക്കട്ടെ, ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഒരു ദിവസം ഉമ്മ എന്ന് വിളിക്കാൻ ഈ ലോകത്ത് ഒരാൾ പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്കതിന്റെ വില മനസ്സിലാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എന്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ എനിക്ക് അനുമതി നൽകണം. അള്ളാഹു അനുമതി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അവിടുത്തെ ഉമ്മ കാഫിറാണ്, പ്രവാചകന്റെ ഉമ്മ നരകാവകാശിയാണ്. സഹീഹ് മുസ്ലിമിൽ ഹദീസ് സ്ഥിരപ്പെട്ടതുപോലെ. എന്നിട്ടും അവിടുന്ന് കരഞ്ഞു. മുസ്ലിമിൽ കാണാം, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നവരും കരഞ്ഞു, എല്ലാവരും പൊട്ടിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ എനിക്ക് അനുമതി നൽകണം. പാപമോചനം ചോദിക്കാൻ അള്ളാഹു അനുമതി നൽകിയില്ല. പക്ഷേ ഉമ്മ കാഫിറായിരുന്നിട്ട് കൂടി ഉമ്മയുടെ ഖബർ സിയാറത്തിന് അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലുള്ള പാഠം എന്താ? ഉമ്മ എത്ര മോശപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ ഉമ്മയോട് ധിക്കാരം കാണിക്കാൻ, മോശമായി വർത്തിക്കാൻ, അവർക്ക് വില നൽകാതിരിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് സഹോദര, നിന്റെ ഉമ്മയോടും വാപ്പയോടും ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداء الدين. اللهم ارحم اباءنا وامهاتنا. اللهم ارحم اباءنا وامهاتنا. اللهم من كان منهم حيا فاحيه على الاسلام والسنه. اللهم من كان منهم حيا فاحيه على الاسلام والسنه. وتوفهم على الإيمان والتوحيد. اللهم من كان منهم ميتا اللهم اغفر لهم وارحم. اللهم اغفر لهم وارحم. اللهم اغفر لهم وارحم. اللهم اعف عنهم وعافهم. اللهم أكرم نزلهم. اللهم وسع مدخلهم. اللهم اغسلهم بالماء والثلج والبرد. اللهم نقهم من الخطايا كما ينقى الثوب الأبيض من الدنس. يا حي يا قيوم. اللهم ارزقنا بر آبائنا وأمهاتنا. اللهم ارزقنا بر آبائنا وأمهاتنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها. أنت وليها ومولاها يا رب العالمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.